ഹായ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഹെയർ രണ്ടുപേരുടേതാണ്. രണ്ടുപേർക്കും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഹെയർ കേൾസ് ഉള്ള ഹെയറാണ്. നമ്മൾ ഒരുപാട് ലെങ്ത് കുറയ്ക്കാതാണ് ചെയ്തിരിക്കുന്നത്. ഷോർട്ടാണ് ഹെയർ. രണ്ടാമത്തെ ഹെയർ 2 വർഷത്തോളമായി നമ്മുടെ അടുത്ത് വന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തതാണ്. അപ്പോൾ ഹെയറിന് നല്ല ലെങ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെയർ ഷോർട്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ബേബി ഹെയർ കുറവായതുകൊണ്ട് നമ്മൾ ചെയ്ത് വിട്ട ഹെയർ മാത്രമേ ലെങ്ത് വെച്ചിട്ടുള്ള ബേബി ഹെയർ വന്നിട്ടില്ല. എന്നാൽ ബേബി ഹെയർ വരാത്തത് ഹെയർ കൊഴിയുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് ബേബി ഹെയർ വരാഞ്ഞത്. അതുകൊണ്ട് പിന്നെ കിളിർത്ത് വന്നതും ഒരു 70% കേൾസ് കുറഞ്ഞാണ് കിളിർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രണ്ടുപേരുടെ ഹെയർ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ. കേൾസുള്ള ഹെയറാണ്. കേൾസും ഉണ്ട്. അതുപോലെ ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തീരെ തിന്നായിട്ടുള്ള ഹെയറാണ്. സ്കാൽപ്പിലൊക്കെ ഹെയർ കുറവാണ്, ഒരുപാട് തിക്നെസ് ഇല്ല. അപ്പോൾ ഇനി ഇത് 6 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഹെയർ ഗ്രോത്ത് കൂടും. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് വാഷ് ചെയ്യുകയാണ്. ഫസ്റ്റ് വാഷ് ചെയ്തിട്ട് ഹെയർ കട്ട് ചെയ്യുകയാണ്. ഒരുപാട് ലെങ്ത് കുറച്ചിട്ടില്ല. ഹെയർ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുകയാണ്. ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുകയാണ്. വാഷ് ചെയ്തതിന് ശേഷം ഡ്രയർ ചെയ്യാണ്. ഡ്രയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വോളിയം കൂടുതലായി, ഹെയറിന് നല്ല തിക്നെസ് വന്ന്, ആ തിക്നെസ് വന്ന ഹെയറിലാണ് നമ്മൾ പിന്നെ അയൺ കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് ന്യൂട്രലൈസർ ഇടാണ്. അപ്പോൾ അത് ന്യൂട്രലൈസർ ഇട്ടിട്ട് നമ്മൾ വാഷ് ചെയ്യാണ്. വാഷ് ചെയ്തിട്ട് ഡ്രയർ ചെയ്യാണ്. ഡ്രയർ ചെയ്തിട്ട് കഴിഞ്ഞപ്പോഴാണ് ഹെയറിന് ഗ്രേ ഹെയർ ഉണ്ട്. അപ്പോൾ ക്രൗൺ ഏരിയ തന്നെ ആ ഗ്രേ ഹെയർ നമ്മളൊന്ന് കളർ ചെയ്തിട്ടുണ്ട്. കളർ ചെയ്തിട്ട് വീണ്ടും നമ്മൾ വാഷ് ചെയ്ത് ഡ്രയർ ചെയ്ത് കെരാറ്റിനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കെരാറ്റിൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും അയൺ കൊടുക്കുകയാണ്. അയണൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഹെയർ നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് കിട്ടി. നല്ല ഭംഗി കിട്ടി. ഇതിന് ഓരോ വാഷ് കഴിയും തോറും ഇതിന് വോളിയം കൂടുതൽ തോന്നിക്കും. അതുപോലെ ഇതിൻ്റെ സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങുന്നത് ഒത്തിരി കേൾസുള്ള ഹെയർ അല്ല, ചെറിയ വേവി. അതുകൊണ്ട് ഒത്തിരി കേൾസായിട്ട് ആ ഹെയർ ഇറങ്ങത്തുമില്ല. പിന്നെ ഹെയർ കൊഴിയാതെ ശ്രദ്ധിക്കണം. ഹെയറിന് എന്തെങ്കിലും കൊഴിയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒന്നുകിൽ എന്നെ വിളിക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യണം. ഹെയർ കൊഴിയാതെ ശ്രദ്ധിച്ചാൽ മതി. ഇത് രണ്ടാമത്തെ ഹെയറും 2 വർഷത്തോളമായി നമ്മുടെ അടുത്ത് വന്ന് ചെയ്ത്. അന്ന് ക്രൗൺ ഏരിയയൊക്കെ നല്ല ബേബി ഹെയർ ആയിരുന്നു, ഒത്തിരി ബേബി ഹെയർ ഉണ്ടായിരുന്നു, നല്ല കേൾസായിരുന്നു. ഇപ്പം ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് ആ ഹെയർ തന്നെ ലെങ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിനകത്ത് ഇപ്പം ബേബി ഹെയറേ ഇല്ല. ബേബി ഹെയർ ഇല്ലാതെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയറാണ് ഇറങ്ങിയിരിക്കുന്നത്. ഒരു 70-80% കേൾസ് കുറഞ്ഞാൽ ഇറങ്ങിയത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഞായറും തിങ്കളും ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ഞാൻ ചാരുമൂട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലും. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.